എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ജയലക്ഷ്മിയിലേക്കാണ് വന്നിരിക്കുന്നത്. കൊച്ചിയിലെ ജയലക്ഷ്മിയാണ്. അപ്പോൾ ഇന്ന് അനിയത്തിയുടെ വെഡ്ഡിങ് സാരി പർച്ചേസിങ്ങിനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ മനോഹരമായ സാരി കളക്ഷൻസൊക്കെ കാണാം. ഇത് ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്കിതിൽ ഏത് സാരിയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ നടന്ന് അവിടെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ കയറി വരുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു പോയത്. അപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ ഡെക്കറേഷനൊന്നും അവർ മാറ്റിയിട്ടില്ലായിരുന്നു. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. മാനിനെയും പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ ഗിഫ്റ്റുകളൊക്കെ വെച്ചിരിക്കുന്നത് കണ്ട ഒരു അട്രാക്ഷനാണ്. കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മാറില്ല. നമ്മൾ കയറി വരുമ്പം തന്നെ ഇതാണ്. ഇനി നമുക്ക് വെഡ്ഡിങ് പർച്ചേസിന് വേണ്ടിയാണ് വന്നത്. ഓൾറെഡി മന്ത്രോടി എടുത്ത് ഇപ്പോൾ വൈറ്റ് സാരിയും പള്ളിയിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ചർച്ച് വെയർ സാരിയും പിന്നെ എനിക്കും അമ്മയ്ക്കും വേണ്ടിയുള്ള സാരിയൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ നമ്മളിതാ വെഡ്ഡിങ് സെക്ഷനിലായിട്ട് കയറിയാണ്. അങ്ങനെ നമുക്ക് ഇവിടുത്തെ രാവിലെ തന്നെ ഞങ്ങൾ വന്നു കേട്ടോ. ഇവിടെ രാവിലെ ഇത് ഓപ്പൺ ചെയ്ത സമയത്തേനെ വന്നതാണ്. എന്നിട്ട് തന്നെ തിരക്ക് കണ്ടോണമേ. ഈ ലെഹങ്ക നോക്കേ, നല്ല അടിപൊളി ഹെവി വർക്കാണ്, നല്ല വെയിറ്റും ഉണ്ട്. ഇത് നോക്ക്, തുറന്നപ്പം തന്നെ ആളുകളുടെ ഇത് നോക്കേ, ഇത്ര ആളുകൾ നമ്മുടെ ഷോപ്പ് തുറന്ന സമയത്ത് തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ സാരിയൊക്കെ പ്യൂർ വൈറ്റ് സാരി അല്ല നോക്കുന്നത്, ഈ ഒരു കളർ മോഡലാണ് നോക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല വർക്കുകളും ഇതിൻ്റെ അകത്ത് വർക്കുകളുണ്ട്. ഈ ഒരു ഇതായതുകൊണ്ടാണ് അത്ര മനസ്സിലാവാത്ത. അടിപൊളി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് എത്ര വീഡിയോ ഇതും നല്ലോണം സൂം ചെയ്താൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, പക്ഷെ അത്ര ഇതാവുന്നില്ല. ഇതാണ് അനിയത്തി, അമ്മയും അപ്പയും ആണ്. അപ്പം ഞങ്ങളങ്ങനെ ചർച്ച് വെയർ സാരി നോക്കുകയാണ് ഫുള്ള്. അപ്പോൾ കുറേ കിട്ടി. ഇതിലേക്ക് 2 സാരി നല്ലോണം ഇഷ്ടം. ഇപ്പോൾ 2 സാരി ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ഇതിന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്തു കേട്ടോ. അതിൻ്റെ ഭംഗി എത്ര വീഡിയോ എടുത്തിട്ടും കിട്ടുന്നില്ല കേട്ടോ. ഇവിടുത്തെ ലൈറ്റനിങ്ങിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ആ ഒരു കറക്റ്റ് ഭംഗി അതിന് കിട്ടുന്നില്ല. പിന്നെ ഞാൻ അതുകൊണ്ട് ഓരോ സാരി ഞാൻ വെച്ച് ഇങ്ങനെ വീഡിയോ ഒന്നും കൂടെ എടുത്ത് നോക്കി. പക്ഷെ എന്നിട്ടും സൂം ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ വർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ കറക്റ്റായിട്ട് അത് മനസ്സിലാവുന്നില്ല. നല്ല വർക്ക്, നല്ല സാരിയാണ്. ഇപ്പം പ്ലേറ്റ് എടുക്കാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എലഗൻ്റായിട്ട് കിടന്നോളും. നല്ല സാരിയാണ്. അത്യാവശ്യം കുറേ കളക്ഷൻസ് ഈ മോഡൽ സാരികൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അനിയത്തിക്ക് വേണ്ടി ഒരു സാരി ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എനിക്കും അമ്മയ്ക്കും വേണ്ടിയുള്ള സാരി കളക്ഷനിലേക്കാണ് നോക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ സാരി ഒന്ന് നോക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ലൈറ്റ് ഷെയ്ഡാണ്, റോസ് ലൈറ്റ് ഷെയ്ഡ്, അടിപൊളിയായിരുന്നു കേട്ടോ. ഇതും കൊള്ളായിരുന്നു. നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ്സാണ് കൂടുതൽ നോക്കിയത്. അപ്പോൾ ഇതും എനിക്കിഷ്ടമായി. ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നു. താണ്ട് തൊട്ടടുത്ത ബ്ലൂ ആണോ ഗ്രീൻ ആണോ, എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. ഈ കളർ സാരിയാണ്. ഇതും കൊള്ളാം, സെയിം ആണ്. രണ്ടും ഒരേ മോഡൽ സാരിയാണ്, കളർ മാത്രമേ ഉള്ളൂ ചേഞ്ച് കേട്ടോ. ഇത് നോക്കി അപ്പയാണെങ്കിൽ ഇതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ സാരിയാന്ന് തോന്നുന്നു അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അപ്പ ഇതിൻ്റെ അടുത്ത് ഇതൊന്ന് നോക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പ ഈ സാരിയുടെ അടുത്ത് തന്നെയാണ് നിന്നത്. അമ്മ പിന്നെ അതാ ലൈറ്റ് ഷെയ്ഡുകൾ തന്നെയാണ് നോക്കിയത്. അമ്മയ്ക്ക് ഇതും രണ്ടും ഒരുവിധം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കും അനിയത്തിക്കും ഒട്ടും ഇഷ്ടമായില്ല. അതുകൊണ്ട് പിന്നെ അമ്മ ഈ 2 സാരി എടുത്തില്ല, അതുപോലെ തന്നെ തിരിച്ച് വെച്ച്. പിന്നെ അമ്മ വീണ്ടും ഞാൻ അന്ന് നേരത്തെ വെച്ച് നോക്കിയ സാരിയില്ലേ, ഇത് അമ്മയ്ക്കും ചേരുന്നുണ്ടല്ലേ, എനിക്കും ഇഷ്ടമായി. പക്ഷെ എനിക്ക് ഇതിലും കൂടുതൽ ആദ്യം വെച്ച് ഇതിൻ്റെ റോസ് കളർ ലൈറ്റ് ഷെയ്ഡാണ് ഇഷ്ടമായത്. പിന്നെ ഇതാ ഇത് നോക്കേ, പക്ഷെ ഇത് അമ്മ ചുമ്മാ വെച്ച് നോക്കിയതാണ് കേട്ടോ. അമ്മയുടെ ചിരി നോക്കേ, ഇത് ലൈറ്റ് ഷെയ്ഡ് മാത്രമേ നോക്കുന്നുള്ളായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ ആ കളർ സാരി അല്ല നമ്മൾ നോക്കിയത്. അങ്ങനെ കുറേ പേസ്റ്റൽ ഷെയ്ഡ്സ് എല്ലാം എന്താ ഇവിടെ എല്ലാം നോക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സ് മാത്രം നോക്കുന്നതുകൊണ്ട് നമ്മൾ കുറേ നോക്കി. എനിക്ക് തോന്നുന്നു അനിയത്തിയുടെ കല്യാണ സാരി എടുക്കുന്നതിൽ കൂടുതൽ സമയം എടുത്ത് എൻ്റെ അമ്മയുടെ സാരി നോക്കാൻ വേണ്ടി ഇവിടെ ഇത് ഫുള്ള് പേസ്റ്റൽ ഷെയ്ഡ്സാണ്. നമ്മൾ ഡാർക്ക് ഷെയ്ഡിലോട്ട് നോക്കിയിട്ടില്ല. അപ്പം ഇതൊക്കെ അത്യാവശ്യം എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിട്ടുള്ള കളറാണ് കൂടുതൽ നോക്കി. ഈ സാരി അത്യാവശ്യം നല്ല സാരി തന്നെയായിരുന്നു, എനിക്കിഷ്ടമായി. അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇച്ചിരിയും കൂടെ ലൈറ്റ് കളർ വേണമെന്നും പറഞ്ഞ് പിന്നെ അവർ വേറൊരു സെക്ഷനിലോട്ട് കൊണ്ടുപോകുന്നു. ലൈറ്റ് ഷെയ്ഡ് എന്നാൽ കൂടുതൽ വർക്കില്ലാത്തതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഇതൊക്കെ കാണിച്ചു. ഇത് കുഴപ്പമില്ലായിരുന്നു. അമ്മ അതാ വെച്ചിരിക്കുന്നത് കണ്ട് ഇതൊക്കെ കൊള്ളാം, അമ്മയ്ക്കും അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ളൊരു ലുക്കുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയല്ല. ചർച്ചിലൊക്കെ പോകുമ്പോൾ കൊടുക്കാനൊക്കെ ആണെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അനിയത്തിയുടെ സാരിയുടെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് അവരെല്ലാം കൊണ്ടുവന്ന് തന്ന്. പക്ഷെ എൻ്റെ അമ്മയുടെ സാരി ഇതുവരെ ഒരു രക്ഷയില്ല, ആയിട്ടില്ല.
പിന്നെ അവരമ്മയ്ക്ക് പുതിയ അടുത്ത മോഡലുകൾ സാരികൾ, ലൈറ്റ് ഷെയ്ഡുകൾ, പറ്റിയ രീതിയിലുള്ള അമ്മമാർക്ക് പറ്റിയ രീതിയിലുള്ള സാരികളൊക്കെ ഇവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതും അങ്ങനെ ഇഷ്ടമായില്ല. പിന്നെ പതുക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. അനിയത്തിക്ക് കല്യാണത്തിൻ്റെയൊക്കെ എടുത്തു. അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പോത്തീസിന്ന് കൂടെ നോക്കാം. അപ്പം അതിനുശേഷം അല്ലെങ്കിൽ താഴെയും കൂടെ സാരിയുടെ സെക്ഷൻ വേറെ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഈ സെക്ഷനിൽ നിന്ന് താഴോട്ട് പോയാണ്. അപ്പോൾ അവർ വിടുന്നില്ല. അവർ പറഞ്ഞ് വേറെ ഒരു മോഡലും കൂടെ കാണിച്ചു തരാം, പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ അമ്മയ്ക്കെന്ന് പറഞ്ഞ്. അപ്പം നല്ല കളക്ഷൻസും ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഐഡിയ, ഇങ്ങനെ ഒരു സാരിയുടെ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇങ്ങനെ എടുക്കണമെന്നുള്ള. അപ്പോൾ കറക്റ്റ് അത് കിട്ടാത്തതുകൊണ്ട് നമുക്ക് വേറെ താഴെയും കൂടി നോക്കാം, അല്ലെങ്കിൽ പിന്നെ അമ്മ പറഞ്ഞ് പോത്തീസിലും കൂടെ നോക്കാം. പോത്തീസിൽ നോക്കാം, ഷീമാട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി രണ്ടിടത്തും കൂടെ നോക്കാമെന്ന് കരുതി. പക്ഷെ അറിയാമല്ലോ, കടയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആയാലും ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വന്നതാണ്. ഇനിയിപ്പോൾ രാത്രി ആയാലും നമ്മൾ സമയം പോകുന്നത് അറിയേയില്ല. ഇനിയിപ്പോൾ ഒരു കടയിലും കൂടെ കയറാനുള്ള സമയമേ കാണുള്ളൂ എന്തായാലും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പം ബില്ലടിക്കാൻ വേണ്ടി ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയേക്കാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടാം. ഞങ്ങളുടെ അമ്മയുടെ എൻ്റെ സാരി വാങ്ങിയത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്നും കൂടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.